പരമാവധി സത്യസന്ധമായിട്ട് ജീവിതത്തിൽ നാടകം അഭിനയിക്കുകയില്ല. നേരെ തിരിച്ച് നാടകം അഭിനയിക്കുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷെ ജീവിതത്തിൽ എനിക്ക് അഭിനയിക്കുന്നത് ഇഷ്ടമല്ല. നാടകകലാകാരന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി വരുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നശിപ്പിച്ച് കളയുന്നത്. ഒരു സെലിബ്രിറ്റി നാടകം ചെയ്യാനായിട്ട് സ്വമായിട്ട് മഞ്ജു വാര്യർ നാടകം ചെയ്യാനായിട്ട് വരുന്നു അല്ലേ. അപ്പോൾ അവർ ഗൂഢാലോചന നടത്തുകയും ഇപ്പോൾ സാറെന്ന് അസുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അസുഖമായിട്ടിരിക്കുന്ന സാറിനെ കണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ റിഹേഴ്സൽ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാണത് മാറ്റുന്നത്. യഥാർത്ഥത്തിൽ ഒരു റിഹേഴ്സൽ പോലും അവരെന്നെ കൊണ്ട് ജയിച്ച് നോക്കിച്ചിട്ടില്ല. മാധവൻ മമ ശരമാർഗ ലക്ഷ്യഭൂത കിം പ്രാപ്ത ക്ഷിതിപതയ സജീവശേഷ. എൻ്റെ മോളെ കണ്ടോ? നിങ്ങൾ എൻ്റെ മോളെ കണ്ടോ? ഹായ്, ഹലോ, വെൽക്കം ടു സാഗ് ന്യൂസ്. നാടക കലാകാരന്മാർ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത വ്യക്തിത്വങ്ങളാണ് നാടക കലാകാരന്മാർ. പക്ഷേ ഇന്നൊരു ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ദുരിത പർവ്വങ്ങൾ താണ്ടിക്കിടക്കേണ്ടി വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അത്തരം ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാടകരചയിതാവും സംവിധായകനും ഒക്കെ ആയ സന്തോഷ് കുമാർ സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്തേ സാർ. ആദ്യമേ ഞാൻ പറയട്ടെ, അപ്പം ഞാൻ ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ ആദ്യമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി സത്യസന്ധമായിട്ട് ജീവിതത്തിൽ നാടകം അഭിനയിക്കുകയില്ല. നേരെ തിരിച്ച് നാടകം അഭിനയിക്കുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷേ ജീവിതത്തിൽ എനിക്ക് അഭിനയിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് 100% സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ അത് വേദനിപ്പിക്കാം, കേൾക്കുന്നവർ വേദനിപ്പിക്കാം. ചില വ്യക്തികളെ പരാമർശിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പരാമർശിക്കാം, ചിലപ്പോൾ ഞാനത് തുറന്ന് പറഞ്ഞില്ലെന്നിരിക്കും. കാരണം ആളുകൾ മറ്റുള്ളവർക്ക് നമുക്ക് വേദന ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിലും നമ്മളുടെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് 100%. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിയാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ താല്പര്യം. തീർച്ചയായും ഇത് നമ്മൾ ഏത് കലാമേഖലയും പോലെ തന്നെ വളരെ സമ്പന്നമായൊരു സമയം നാടകത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നാടക കലാകാരന്മാർ വളരെ ബുദ്ധിമുട്ടിലാണ്. അത്തരമൊരു അനുഭവം സാറിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്നോ എപ്പോഴുന്നെങ്കിലും സാറിനൊന്ന് പറയാമോ? ഉണ്ട്. നാടക കലാകാരന്മാർക്ക് എന്ത് ചെയ്യുന്നു, വളരെ കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങളുണ്ട്. അത് നാടകത്തെ ആളുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ നാടകത്തിന് നല്ലൊരു ഭാവിയും നല്ലൊരു അവസ്ഥയുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സിനിമ ആളുകൾ കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നു, മടുത്തു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നാടകം ലൈവായിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ നാടകരംഗത്ത് എന്ത് ചെയ്യുന്നു, നാടകത്തെ കച്ചവടമാക്കുന്നതിന് വേണ്ടിയോ അതിൻ്റെ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ അപ്പോൾ നാടകകലാകാരന്മാരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നാടകത്തിൻ്റെ ഉള്ളിലാണോ നാടകത്തിൻ്റെ പുറത്താണോ? പുറത്തും അകത്തുമുണ്ട്. അപ്പം നാടകം നാടകം കളിക്കാൻ വരുന്നവരുണ്ട്, നാടകം പഠിക്കാൻ വരുന്നവരുണ്ട്. ഈ കളിക്കാൻ വരുന്നവർ കളി കൊണ്ട് കുറേ ലാഭം ഉണ്ടാക്കാൻ വരുന്നവരുണ്ട്, പഠിക്കാൻ വരുന്നവരുണ്ട്. അവർ നല്ലോണം പഠിച്ച് നാടകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നേരെ ഇതിനൊന്നും അല്ലാതെ കലാകാരന്മാരെ നശിപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നവർ, കലാകാരന്മാർ. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. നാടക കലാകാരന്മാരെ നശിപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നവരുണ്ട്. നശിപ്പിക്കാൻ വേണ്ടിയല്ല, അവരെ എന്ത് ചെയ്യുന്നു, എല്ലാ രംഗത്തും ചൂഷണമുണ്ടല്ലോ. നാടകകലാകാരന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി വരുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നശിപ്പിച്ച് കളയുന്നത്. ഞാൻ മീൻ ചെയ്തത് ഈ നാടക കലാകാരന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നാടകത്തിനകത്ത് മറ്റൊരു നാടകം കളിക്കുമല്ലോ, സാമ്പത്തികമായ ചൂഷണത്തിന് സാമ്പത്തിക ചൂഷണം ഉണ്ട്. ഇപ്പം നാടകം ഇപ്പോൾ പരസ്പരം യോജിപ്പില്ലാതെ പോകുന്നവരൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ കലാകാരന്മാരുടെ അസൂയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാ മേഖലകളിലും ഉണ്ട്. ശരിയാണ്. പക്ഷെ ആ അസൂയ കാരണം അയാളെ എത്രത്തോളം വളരെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും അനുഭവം പേഴ്സണലായിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് ശരിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ വളരെ ചില ആളുകൾ ഇപ്പം കേരളത്തിൽ തന്നെ വലിയ സാംസ്കാരിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ആളുകൾ മറ്റുള്ളവരെ കൊണ്ട് നാടകം എഴുതിച്ച്, മറ്റുള്ളവരെ കൊണ്ട് നാടകം സംവിധാനം ചെയ്യിച്ച്, അപ്പം അങ്ങനെ ആളുകളാകാൻ ശ്രമിക്കുന്നവരുണ്ട്. നാടകമായ പച്ചക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചു മാറ്റിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നാടകമൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. എങ്ങനെയാണ് സാറിനെ അവർ ദ്രോഹിച്ചത്? ഞാൻ പറയാം, നാടക രംഗത്ത് ഞാൻ കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ ടീമിലാണ് നാടകം ചെയ്തത്. തനത് നാടകം ഉണ്ട്. അപ്പം അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്ത് ഞാൻ ചെറിയ രീതിയിലൊക്കെ നാടകരംഗത്തേക്കുള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് LLB ഒക്കെ ചെയ്യുന്ന സമയത്ത് പാരലൽ കോളേജുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ. തിരുവട്ടാർ രവീന്ദ്ര സാറിൻ്റെ അടുത്താണ് സംഗീതം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് 4 വർഷം സംഗീതം പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് എഴുത്തും ചില സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ചേർന്നു. അപ്പോൾ അന്ന്
കുട്ടികളെ കൊണ്ട് നാടകം പാറൽക്കോളയിലെ കുട്ടികളെ കൊണ്ട് മലയൻകീഴ് പാറൽക്കോളയിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ സ്കൂളിലെ കുട്ടികളെ പാറൽക്കോളയിൽ പഠിക്കുന്നവർ അവരെ ട്യൂഷൻ വരുന്നവരെ അവരെ കൊണ്ട് നാടകം ചെയ്യിച്ച് എന്ത് ചെയ്യുന്നു ജില്ലാതലത്തിലേക്ക് ഒക്കെ പോകുന്നു. അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ശരിക്കും നാടകരംഗത്തേക്ക് സീരിയസ് ആയിട്ട് നാടകരംഗത്തേക്ക് വരികയും കാവാലം സാറിൻ്റെ അടുത്തെത്തുകയും ചെയ്യുന്നു. കാവാലം സാറിൻ്റെ നാടകവേദിയിൽ വെച്ച് സാർ എങ്ങനെ ഏത് രീതിയിൽ നാടകവേദിയിൽ വെച്ച് എനിക്ക് ഏറ്റവും വിഷമകരമായൊരു സംഭവമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞാൽ നാടകത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അപ്പം നാടകം അവിടെ മുഴുവൻ സമയത്ത് അവിടെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രാവിലെ എന്ത് ചെയ്യുന്നു, രാവിലെ പോയി അതിരാവിലെ എണീറ്റ് ചില ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ്. അപ്പോൾ അതൊപ്പം അതിന് വഴി യോഗ ചെയ്യുന്നു നാടകത്തിന് വേണ്ടി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വന്ന് സംഗീതം പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം നാടകം പ്രാക്ടീസ് ചെയ്യുന്നു. വൈകുന്നേരം കളരി പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനെ മുഴുവൻ സമയത്തും നാടകത്തിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെലിബ്രിറ്റി നാടകം ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ട് ആരും മഞ്ജു വാര്യർ നാടകം ചെയ്യാനായിട്ട് വരുന്നു. നാടകം ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അപ്പോൾ അവിടുന്ന് ഏകദേശം എന്ത് ചെയ്തു, സോപാനത്തിൽ നിന്നും മാറി നിൽക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മഞ്ജു വാര്യർ നാടകം ചെയ്യാൻ വരുന്നെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സാറുമായിട്ട് നല്ല അടുപ്പമായിരുന്നു, കാവാലം സാറുമായിട്ട് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ അടുപ്പമായിരുന്നുകൊണ്ട് സാറിനോട് പറഞ്ഞ ആ ഒരു റോള് മഞ്ജു വാര്യരുടെ നാടകത്തിൽ കണ്ണൻ്റെ റോള് ചെയ്യാനായിട്ട് സാറ് സമ്മതിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനുള്ള കഴിവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പം ശാകുന്തളം നാടകം. അപ്പം ഞാൻ നാടകത്തിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ആ റോള് ചെയ്യുന്നതിന് വേണ്ടി ഞാനതിന് വേണ്ടി ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റഡി, അതിന് കിട്ടാവുന്ന പുസ്തകങ്ങൾ, കൊണ്ടുമാനസി എന്ന് പറയുന്ന പുസ്തകം, ശാകുന്തളത്തിൻ്റെ എന്ത് ചെയ്യുന്നു മലയാളം കോപ്പി, സംസ്കൃതം കോപ്പി, ഇതെല്ലാം വാങ്ങിച്ച് അതിൻ്റെ മലയാളത്തിലും സംസ്കൃതമുള്ള ഇതിൻ്റെ അകത്ത് കണ്ണൻ്റെ ഡയലോഗുകൾ ഏതൊക്കെ വരുന്നു, അതിൻ്റെ മുൻപ് ചെയ്തിട്ടുള്ളവരുടെ വീഡിയോ കാസറ്റ് എടുത്ത് അത് കണ്ട് CD എടുത്ത് കണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് റിഹേഴ്സൽ പക്ക, അതായത് വീട്ടിൽ റിഹേഴ്സൽ നടത്തി ഇത് മുഴുവൻ ഞാൻ പഠിച്ച് പക്കയാക്കിയതിന് ശേഷം അതിൻ്റെ റിഹേഴ്സലിന് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചില ആളുകൾക്ക് അതിനോട് സോപാനത്തിൽ നിന്ന് വിട്ടുപോയ ചില ആളുകൾ, മാറി നിൽക്കുന്ന ചില ആളുകൾ, അവർക്ക് ഈ വേഷത്തോട് താല്പര്യം തന്നെ. മാത്രമല്ല ഒരു സെലിബ്രിറ്റി വന്ന് ചെയ്യുമല്ലേ, ഇപ്പോൾ ഒരു എന്ത് ചെയ്യുന്നു മലയാളത്തിൽ പ്രശസ്തയായ ഒരു നടി വന്ന് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു അതിനോട് താല്പര്യം തോന്നുകയും അവർ ചില കാര്യങ്ങൾ ഗൂഢാലോചന നടത്തിയാണ്. ഇപ്പോൾ ഞാൻ തുറന്നു പറയുന്നത്, ഇപ്പോൾ ഭാവിയിലേക്ക് ചിലപ്പോൾ എനിക്ക് എന്ത് ദൂഷ്യം വന്നു കഴിഞ്ഞാലും സത്യം അതാണ് അല്ലേ. അപ്പോൾ അവർ ഗൂഢാലോചന നടത്തുകയും, അപ്പോൾ സാറെന്ന് അസുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അസുഖമായിട്ടിരിക്കുന്ന സാറിനെ കണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ റിഹേഴ്സൽ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാണത് മാറ്റുന്നത്. യഥാർത്ഥത്തിൽ ഒരു റിഹേഴ്സൽ പോലും അവരെന്നെ കൊണ്ട് ജയിച്ച് നോക്കിച്ചിട്ടില്ല. അതാണ് എൻ്റെ സത്യം അല്ലേ. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നം എനിക്കുണ്ടാക്കി ശരിക്കും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യാദൃച്ഛ്യമായിട്ട് ആണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ആ സമയത്ത് എൻ്റെ അച്ഛൻ അസുഖമായി, തൊടുപുഴ ചാഴികാട്ട് ഹോസ്പിറ്റലിലായി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു 10 ദിവസത്തേക്ക് ഇവിടുന്ന് മാറിയെന്ന് പോയപ്പോൾ എനിക്ക് വേഷം കിട്ടാതെ ഇവിടുന്ന് പോയതാണെന്ന് ഇവർ ചിലർ പറയുകയുണ്ടായി. അത് അതിനേക്കാളും മാനസികമായിട്ടുള്ള ഒരു പ്രശ്നവും ഒരു പ്രതികാര ബുദ്ധിയും എനിക്കുണ്ടാക്കി. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുക അങ്ങനെ ചെയ്യുന്നതല്ല. എന്നോട് മോശമായിട്ട് പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതികാരമൊന്നും ചെയ്തില്ലെങ്കിലും മനസ്സിൽ നിന്ന് എനിക്കത് ഒരിക്കലും മാറില്ല. അങ്ങനെയൊക്കെയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതൊരു വിഷപരമായ സംഭവമായിരുന്നു അല്ലേ. അപ്പോൾ അതാണ്. പക്ഷേ അത് മാത്രമെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടി, എനിക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ആത്മവിശ്വാസം കൂടും, അതിൻ്റെ പരിചയങ്ങൾ കൂടും. ചിലപ്പം എന്ത് ചെയ്യുന്നു വായനയും പഠിത്തവും എഴുത്തും നാടകത്തിന് വേണ്ടി ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു അവസരം കിട്ടുന്നത് ചിലപ്പം അത് എന്ത് ചെയ്യുന്നു ഭാവിയിൽ വളരെ മാറ്റങ്ങളുണ്ടാക്കുന്ന ആയി തീരുമായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ ചില ആളുകൾ നാടകം എങ്ങനെയായിരുന്നു? ശാകുന്തളം നാടകം ഹിറ്റായോ? വളരെ നല്ല പെർഫോമൻസ്, നന്നായിട്ട് ചെയ്തു നാടകം. അല്ല, പിന്നീട് വന്ന ആൾക്കാരെങ്ങനെ, ചേട്ടൻ മാറിയതിന് ശേഷം കണ്ണൻ്റെ റോൾ ആരാ ചെയ്തത്? കണ്ണൻ്റെ റോൾ ആ ഒരൊറ്റ പെർഫോമൻസിന് മാത്രമേ എന്ത് ചെയ്യുന്നു നമ്മളെ വെട്ടി ചെയ്തയാൾ. പിന്നെ ആ വേഷം എനിക്ക് വേണ്ടി ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നു, മഞ്ജു വാര്യർ ഒരേ പ്രാവശ്യം അതിന് ചെയ്തുള്ളൂ. അപ്പോൾ അതിനുശേഷം ഈ മഞ്ജു വാര്യരെ വെച്ച് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ മൊത്തം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും അങ്ങനെയൊക്കെ ആയി വന്നു. അപ്പോൾ അന്ന് ഇന്ത്യയിൽ മൊത്തം ആ നാടകം ചെയ്യാനായിട്ട് ഇവിടുന്ന് നമ്മൾ യാത്ര നടത്തി. അപ്പോൾ മഞ്ജു വാര്യരല്ല ചെയ്യുന്നത്, സോപാനത്തിലെ തന്നെ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മോഹൻ ചേച്ചിയാണ് അന്ന് ശകുന്തളയുടെ വേഷം ചെയ്യുന്നത്. അപ്പോൾ അന്ന് പിന്നീട് എനിക്ക് അതിൻ്റെ അകത്തെ മറ്റ് വേഷങ്ങൾ പലതും ഞാൻ ആ നാടകത്തിൽ ചെയ്തു. കണ്ണും ചെയ്തില്ല. പിന്നെ അതുമാത്രമല്ല എന്ത് ചെയ്യുന്നു, അന്ന് മഞ്ജു വാര്യരുടെ പ്രോഗ്രാം നടക്കുമ്പോഴും അതിൻ്റെ അകത്ത് ചെറിയ മറ്റു വേഷങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മാറിയിരുന്നു. വേണമെങ്കിൽ അത് എന്തേ മാറിയിരുന്നു? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കാവാലം നാടകവേദി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു വേദിയല്ല. നമുക്ക് എടുത്തു പറയേണ്ട ഒട്ടനവധി കലാകാരന്മാർ, ഇപ്പം നെടുമുടി വേണു, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ബിജു സോപാനം, ഇങ്ങനെ എണ്ണം പറഞ്ഞ നിരവധി കലാകാരന്മാരുടെ ഒരു വലിയ വിളനിലമാണ് കാവാലം നാടകവേദി. അപ്പം അത്തരത്തിലൊരു കാവാലം നാടകവേദിയിൽ ഒരു അവസരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അടുത്ത അവസരം നമ്മളെ തേടി വരില്ലേ? അതുകൊണ്ടല്ല ഞാൻ പറയട്ടെ, ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള എന്ത് ചെയ്യുന്നു ആഗ്രഹങ്ങളും ചിന്തകളും ഈഗോസും എല്ലാം ഉണ്ട്. അപ്പം എനിക്കങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ക്ഷമിച്ചൊന്നും അങ്ങ് ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്കങ്ങനെ കോപ്പറേറ്റീവ് വളരെ മോശമായിട്ട് എന്നോട് പെരുമാറുന്ന ആളുകളെ ഞാൻ പൂർണ്ണമായിട്ട് അകറ്റി നിർത്തിയിട്ടുള്ളൂ. എനിക്ക് താല്പര്യമില്ല അവരോട് കൂടെ വർക്ക് ചെയ്യാൻ. പലപ്പോഴും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു മാസങ്ങൾ 2-3 മാസം ഇതിന് വേണ്ടി. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കലാകാരൻ എന്ന് പറയുമ്പോൾ സഹൃദയനായിരിക്കണം, വളരെ നല്ല വ്യക്തിത്വവും നല്ല രീതിയിൽ മനുഷ്യരെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ ആയിരിക്കണം. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കലാകാരൻ ബിസിനസ്സുകാരനും കൂടെയാണ്, കച്ചവടക്കാരനും കൂടെയാണ്. അങ്ങനെ ഒരു കച്ചവടക്കാരനാവാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ അങ്ങനെ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അയച്ചിരുന്നത്. അല്ല, അങ്ങനെയുള്ളത് വലിയൊരു കാര്യമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഇത് വലിയ പ്രശ്നം ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ ഇവിടെ നമുക്ക് എഴുതാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഈ സംഗീതത്തിലുള്ള സംഗീതജ്ഞാനം എന്ന് പറയുന്ന രാഗങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതൊക്കെ കിട്ടുന്നത് എന്ന് പറയുന്നത് ദൈവികമാണ്. ഈ ദൈവികമായ കഴിവെല്ലാം ഇതുപോലെ അടിമത്വം അല്ലെങ്കിൽ നമ്മളെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത ചില സാധനങ്ങൾ അനുകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പുതിയതായിട്ടൊന്നും വരില്ലെന്നാണ് എൻ്റെ ജീവിതാനുഭവം. സ്വാഭാവികമായുള്ള കിട്ടില്ല. നമ്മുടെ സർഗവാസന എന്ന് പറയുന്നത് ദൈവികമാണ്, അത് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ സ്വാഭാവികമായ നടനം പിന്നീട് ഉണ്ടാവില്ല, നടനം ഉണ്ടാവില്ല, എഴുത്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളതെല്ലാം മുമ്പ് കൃത്രിമമായിരിക്കും. മുമ്പുള്ള അനുകരിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള പല എഴുത്തുകാർ പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കങ്ങനെ തോന്നിയിട്ടുമുണ്ട്. നമ്മൾ സ്വയം വിട്ടുകൊടുത്തുകൊണ്ടുള്ള, അതായത് ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് കല എന്ന് പറയുമ്പോൾ, അല്ലേ? അങ്ങനെയാണ്. അതെ. അപ്പോൾ ശരി. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിന് ശേഷം പിന്നീട് ഈ നമ്മുടെ മുന്നോട്ടുള്ള ശ്രമങ്ങളൊന്നും നടത്തിയില്ലേ? ഞാൻ നടത്തി. കാരണം ഞാനത് പിന്നീട് എന്ത് ചെയ്യുന്നു, ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാടകങ്ങളിലേക്ക് വരുന്ന ആ സമയത്താണ് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയാം, ഞാൻ ഇടയ്ക്ക് സോപാനത്തിൽ നിന്നൊരു ഇൻ്റർവ്യൂവിൽ പോലെ പോയി മാറി നിന്നിട്ട് ഷാജഹാൻ കഴക്കൂട്ടത്തിൻ്റെ കൂടെ തെരുവ് നാടകം ചെയ്തായിരുന്നു. കേരളം മൊത്തം തെരുവ് നാടകം ചെയ്തു. അതൊരു അനുഭവമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ എന്ത് ചെയ്തു, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പ്രൊഫഷണൽ രീതിയിലുള്ളൊരു തെരുവ് നാടകം, അത് പ്രൊഫഷണൽ നാടകമായിട്ട് അവതരിപ്പിക്കാവുന്ന 45 മിനിറ്റുള്ളൊരു നാടകം എന്ത് ചെയ്യുന്നു, ഇടുക്കി ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും വേറെ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പം എന്ത് ചെയ്യുന്നു, അത് ആ രീതിയിലേക്ക് ഞാൻ പതുക്കെ അങ്ങ് മാറി. അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് മാറി, ഇപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് നാടകം കളിക്കുന്നവരുണ്ട്, നാടകം പഠിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. വെറുതെ കളിക്കാൻ വേണ്ടി വരുന്നവർ അവർക്ക് കിട്ടുന്ന റോള് മാത്രം ചെയ്ത് അങ്ങ് പഠിച്ചിട്ട് നാടകം എന്താണെന്ന് പോലും ചിലപ്പോൾ അവർക്കറിയത്തില്ല. സംസ്കൃത നാടകമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡയലോഗിൻ്റെ അർത്ഥം പോലും അറിയാത്ത ആളുകൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട്. നേരെ നമ്മൾ ഒരു നാടകം പഠിക്കുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അർത്ഥം അറിയാതെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഒരു എക്സ്പ്രഷൻ കറക്റ്റ് ആണ്. അത് മുമ്പുള്ളതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ കണ്ട് പഠിപ്പിച്ചൊക്കെ വെക്കുമല്ലേ. അവർക്ക് നാടകമൊന്നും അറിയത്തില്ലായിരിക്കും. ചിലപ്പോൾ ചെയ്യുന്ന ഡയലോഗിന്റെ അർത്ഥം അറിയായിരിക്കും, അവർ ചെയ്യുന്ന ഡയലോഗിന്റെ മാത്രം അർത്ഥം അറിയായിരിക്കും അങ്ങനെ. പക്ഷെ നാടകത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുമ്പം എന്ത് ചെയ്യുന്നു, ഒരു നാടകം ചെയ്യണം, ഉദാഹരണമായിട്ട് കർണഭാരം നാടകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്രൂപ്പേ ഉള്ളൂ, നമ്മൾ ഗ്രൂപ്പിലാണ് ചെയ്യുന്നത്. പക്ഷെ ആ നാടകം ആദ്യ അവസാനം അവിടെ ഇരുന്ന് മുഴുവനും ഡയലോഗുകളും അതിൻ്റെ അർത്ഥവും എല്ലാം പഠിച്ചു പോവുകയാണ്. അങ്ങനെ പഠിച്ച് പോയത് അങ്ങനെ ഓരോ നാടകങ്ങൾ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കഥാപാത്രമായിട്ട് നമ്മൾ വീട്ടിൽ വന്ന് ചെയ്തു നോക്കും, ചുമ്മാ ചെയ്തു നോക്കും വീട്ടിലോ, അല്ലെങ്കിൽ ആളില്ലാത്ത സമയത്ത് സോപാനം കളരിയിലാണെങ്കിലും മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് ചെയ്തു നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുന്ന ആളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം സ്വന്തമായിട്ട് ഭാഷാ നാടക പഠന കേന്ദ്രം എന്നൊരു പേരിൽ ഒരു ഇത് ചെയ്തിട്ട് രജിസ്റ്റർ ഒന്നും ചെയ്തില്ല, അങ്ങനെ ഒരു ചെയ്തിട്ട് ഞാൻ കർണഭാരം നാടകം സോളോ ചെയ്തു. മോഹൻലാൽ കർണഭാരം നാടകം സോളോ ചെയ്തു. അത് സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഗണേശം ഓഡിറ്റോറിയത്തിൽ നമ്മുടെ അനിൽ നെടുമങ്ങാട് സ്മാരക പ്രോഗ്രാമായിട്ട് നടത്തി. അന്നത് അവിടെ അവതരിപ്പിച്ചു. അതിനുശേഷം അത് നാട്ടിൽ പോയി അമ്പലത്തിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. തൊടുപുഴ അപ്പോൾ നമ്മുടെ വഴുത്തല ശിവക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഉള്ള ആൾ പറഞ്ഞു അത് സംസ്കൃതത്തിൽ അവതരിച്ച ആൾക്ക് മനസ്സിലാവില്ല, അത് മലയാളത്തിൽ അവതരിപ്പിക്കാമെന്ന് വെച്ചു.
കർണഭാരം മലയാളത്തിൽ. കർണഭാരം മലയാളത്തിൽ. അപ്പം മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് മാത്രമല്ല, സാധാരണക്കാർക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാനത് എഴുതി മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു, കർണഭാരം ആരെങ്കിലും മലയാളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? മലയാളത്തിൽ ഇല്ല, മലയാളത്തിൽ കാവാല സാർ ഇത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവതരിപ്പിച്ചിട്ടില്ല. വലിയ മാറ്റമല്ലേ? ഞാനത് അവതരിപ്പിക്കുക മാത്രമല്ല, അന്ന് കാണാനുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ സാറ് സോപാനത്തിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങുന്നത്? സോപാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് 2017 ജൂലൈയിലാണ് ഞാൻ ഇറങ്ങുന്നത്. 17 ജൂലൈയിൽ. ഈ മഞ്ജു വാര്യരുടെ നാടകത്തിന് ശേഷം അത് 16-ലാണ്. സാർ മരിച്ച ആ സമയത്ത് ഒരു വർഷം കൂടി ആയിരുന്നു സാർ മരിച്ചു. സാറിൻ്റെ എന്ത് ചെയ്യുന്നു, അനുസ്മരണം, 1ാം അനുസ്മരണ വർഷത്തെ പ്രോഗ്രാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടൊരു ഭോപ്പാൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരു നാടകം കൂടി ചെയ്താണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നാടകത്തിൽ ഇപ്പം നമ്മുടെ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് നമ്മളെല്ലാം വളരെ വ്യാപകമായിട്ടുണ്ട്. നാടകത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഇല്ല സാർ, നാടകത്തിൽ അങ്ങനെ അത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകൾക്ക് കുറവാണ്. നാടകത്തിൽ എന്ത് ചെയ്യുന്നു, വ്യക്തിപരമായ ചില ചൂഷണങ്ങളോ അങ്ങനെയൊക്കെ ചില വരാം, അല്ലാതെ സ്ത്രീകൾ സുരക്ഷിതരാണ്. സുരക്ഷിതരാണ് അല്ലേ? അതെ. പക്ഷെ ഒരു കാലത്ത് സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ, അതായത് വീട്ടിൽ നിന്ന് നാടകക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കാരിയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒക്കെ ഇന്നത്തെ നാടകം വളരെയധികം ഫാർ ബെറ്റർ എന്നാണ്. അതെ. നാടക രംഗത്ത് ഇന്ന് ഒരു രീതിയിലും മോശപ്പെട്ട സ്ത്രീകളും ഇല്ല. കാരണം എനിക്കത് എന്ത് ചെയ്യുന്നു, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇതാണ്. ചിലപ്പോൾ അങ്ങനെ അല്ലാത്ത സംഭവം കാണാം. അപ്പോൾ അത് ഓരോരുത്തരുടെ അനുഭവങ്ങൾ വെച്ചാണ്. എനിക്കങ്ങനെ യാതൊരു രീതിയിലുള്ള നല്ല ബന്ധം. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ അതിൻ്റെ നമ്മുടെ സീനിയേഴ്സൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോപാനത്തിലെ സീനിയേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടകം പഠിപ്പിക്കുന്ന ആളാണ്, നമ്മുടെ ടീച്ചേഴ്സും കൂടിയാണ് അവർ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഉള്ള ജൂനിയേഴ്സ് ആയിട്ടുള്ള കൊച്ചു പിള്ളേരുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ ഡീസൻ്റാണ്. അവരിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. സോപാനത്തെ സംബന്ധിച്ച് സോപാനത്തിലുള്ള വന്ന ആർട്ടിസ്റ്റുകൾ പലരും ഡിഗ്രിക്കാരും വിദ്യാഭ്യാസമുള്ളവരുമാണ് അല്ലേ. അപ്പോൾ അവർ 10-36 നാടകം പഠിക്കുകയാണ്. അവർ ആ നാടക പഠനത്തിലൂടെ തന്നെ നേരെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു PG ഒക്കെ കിട്ടുന്നതിന് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൂടി നേടുകയാണ് ഇവിടുന്ന്. എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും. അതാണ് സോപാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ നമുക്ക് സംഗീതം പഠിക്കാം, കുറച്ച് പഠിക്കാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സംഗീതം പഠിക്കാം, വാദ്യോപകരണങ്ങൾ പഠിക്കാം, നാടക സാഹിത്യം പഠിക്കാം, നാടകം പഠിക്കാം, കളരി, ഇതെല്ലാം കൂടി പരിശീലിക്കുന്ന ഒരു വേദി ഇവിടെ ഉണ്ട്. ഒരു നാടക പരിശീലന കളരി രാവിലെ തൊട്ട് തുടങ്ങുകയാണ്. ആവശ്യമുള്ളവന് പോയി പഠിക്കാം. അല്ലാത്തവന്മാർ എന്ത് ചെയ്യുന്നു, അതിൽ വെന്ന് കയറി പോകുന്നവരും ഉണ്ട്, ടച്ച് ചെയ്ത് പോകുന്നവരുണ്ട്. ഈ നമ്മൾ ബലിയിടാൻ നിൽക്കുമ്പോൾ തൊട്ട് നിൽക്കുന്ന പോലെ. അപ്പം അതിൻ്റെ അത് നമ്മളിപ്പോൾ ഞാൻ പറയും, ഞാൻ അതിൻ്റെ അത് അവിടെ ഉണ്ടായിരുന്ന കാലത്ത് എനിക്ക് കോസ്റ്റ്യൂമിൻ്റെ ഇൻചാർജ്, ഒരു ടീം ലീഡർ എന്ന് പറയുന്ന കുറേ കാലം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ എല്ലാം നിൽക്കുമ്പോഴും നമ്മുടെ ചെവി എപ്പോഴും എന്ത് ചെയ്യുന്നു, അവിടെ മറ്റുള്ള ആളുകൾ നാടകം ചെയ്യുന്നതിൻ്റെ ഡയലോഗുകൾ കേട്ടുകൊണ്ടാണ് നമ്മളത് പഠിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ അവിടെ പാട്ട് പഠിപ്പിക്കുന്നത് കേട്ട് പഠിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. അവിടെ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് പഠിക്കാൻ പറ്റും. നമ്മളങ്ങനെ പഠിക്കുക. ഞാൻ പറഞ്ഞ പഠിക്കാൻ വരുന്നവരുണ്ട്, കളിക്കാൻ വരുന്ന നാടകത്തിൽ ഇപ്പം നമ്മളിപ്പം ലോകവ്യാപകമായിട്ട് നാടകം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടകം വളരെ ഒരു തിയേറ്റർ ആർട്ടാണ്. അതെ. പക്ഷെ കേരളത്തിൽ എത്ര കണ്ട് തിയേറ്റർ ആർട്ട് എന്ന നിലയിൽ നാടകം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? അത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ മനോഭാവം അനുസരിച്ചും അവരതെങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചും ഇരിക്കും. കാരണം ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല രീതിയിൽ നാടകം അവതരിപ്പിക്കാം. ഈ കർണഭാലം സംസ്കൃതമാണെങ്കിൽ പോലും സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാം. പക്ഷെ നേരെ തിരിച്ചെന്ത് ചെയ്യുന്നു, ഇത് വിദേശ രാജ്യങ്ങളിലെ അനുകരിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒരിക്കലും ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള അവതരണ രീതികളോ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുകയില്ല. വിദേശത്തെ രീതിയിലുള്ള പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വിദേശത്ത് നാടകം വളരെ സജീവമാണ്. ഹോളിവുഡ് സിനിമ എന്ന് പറയും പോലെ തന്നെ ഹോളിവുഡ് നാടകങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വെസ്റ്റേൺ ഡ്രാമ ഇന്നും വളരെ സജീവമായിട്ട് നടക്കുന്നതാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം, ലണ്ടനിൽ ഷേക്സ്പിയർ നാടകങ്ങൾക്ക് സ്ഥിരം തിയേറ്റർ ഉണ്ട്. അതെ. എന്ത് ചെയ്യുന്നു, അപ്പോൾ ബെർണാഷയുടെ നാടകങ്ങൾക്ക് സ്ഥിരം തിയേറ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ ഇവിടെ അവതരിപ്പിക്കാം. പക്ഷെ അതേപോലെ നല്ല രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ആഖ്യാന ശൈലി
അതിന് രീതിയിലുള്ള ആ രീതിയിൽ സംവിധാനം ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ തീർച്ചയായിട്ടും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ട് അത്തരത്തിലുള്ള റിസർച്ചുകൾ ഈ മേഖലയിൽ നടക്കുന്നില്ല? അതായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ആ നാടകത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അത് കുറേ ആളുകൾ ഇതിന് തടസ്സമാണ്. ഒന്ന്, അവതരിപ്പിക്കാൻ കഴിവുള്ള ആൾക്ക്, തുറന്നു പറയട്ടെ, അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകൾക്ക് അവസരം നൽകുന്നില്ല. അതിനൊരു കാരണം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും മറ്റുമാണ്. കുറേ രാഷ്ട്രീയക്കാർ അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അവസരം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിന് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് കഴിവില്ലാത്തവന്മാർ കച്ചവടക്കാരായിട്ട് മുകളിൽ നിൽക്കുമ്പോൾ അവരുടെ രീതിയിലനുസരിച്ചാണ് കാര്യങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ അവർക്ക് എന്ത് ചെയ്യുന്നു, ഈ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതിനോ ഒന്നുമല്ല, അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നാടകം അവതരിപ്പിക്കുന്നതെങ്കിൽ നടക്കുകയില്ല. ഈ കർണഭാരം മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് വലിയൊരു പുതിയ രീതിയാണ്. ഈ കർണഭാരം മലയാളത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള അവസരങ്ങൾ സാറിന് തേടി വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ അവരൊരു ക്ഷേത്രത്തിലാണ് അവതരിപ്പിക്കുന്നത്. കാരണം അതിനൊരു പബ്ലിസിറ്റി കിട്ടുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, സ്വയം ഇപ്പം ഏതെങ്കിലും മാധ്യമങ്ങൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എക്സൈസ് നാടകം ചെയ്തു. എക്സൈസ് നാടകം എന്ത് ചെയ്യുന്നു, ഇടുക്കി ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ 400-ലധികം സ്റ്റേജ് ചെയ്തു. ഇടുക്കി ജില്ലയിൽ എന്ത് ചെയ്തു, 100-ലധികം സ്റ്റേജ് ചെയ്തു. ഈ നാടകം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ചില പത്രങ്ങളിൽ ചില വാർത്തകൾ വന്നു. ഒരു ടി വി ചാനൽ അതിൻ്റെ തുടക്കത്തിൽ, ഇടുക്കി ജില്ലയിലെ നാടക അവതരണത്തിൻ്റെ തുടക്കത്തിൽ ആദ്യ സ്റ്റേജിൽ കളിച്ചു കഴിഞ്ഞ ശേഷം അതിനൊരു ഇൻ്റർവ്യൂ വന്നതിന് സമയത്ത് അവർ ഇൻ്റർവ്യൂ എടുത്ത് അത് എഴുതി, ആ നാടകം എഴുതി അതിൻ്റെ സംവിധാനം ചെയ്ത ആൾ ഞാനാണ്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അവസാനമുള്ള ഒരു സത്യപ്രതിജ്ഞ പോലെ ഒരു ഗാനമുണ്ട്, അത് മൊത്തം എഴുതി ചിട്ടപ്പെടുത്തി കൊടുത്തത് ഞാനാണ്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും ആ ഇൻ്റർവ്യൂവിൽ എന്നെ കാണിക്കുകയോ എൻ്റെ പേര് വരികയോ ചെയ്തില്ല. അതിൻ്റെ ടി വി ഇൻ്റർവ്യൂ വന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ, എന്താണ് അതിൻ്റെ സംഭവം അറിയത്തില്ല. അപ്പം അത് ഓരോ കാര്യങ്ങളും അങ്ങനെയല്ല. നമ്മളൊക്കെ ഓടുന്ന നാടകങ്ങൾ, ഇപ്പം ഞാനിപ്പം ഇതിൻ്റെ കാര്യം, കർണഭാരത്തിൻ്റെ കാര്യം എടുത്തത്, കർണഭാരം മോഹൻലാലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? സംസ്കൃത നാടകത്തിൽ മോഹൻലാലാണ് ചെയ്തത്. അപ്പോൾ ഇത് മലയാളത്തിൽ ചെയ്തപ്പോൾ ലാലേട്ടൻ്റെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെടുത്താനോ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയോ? അങ്ങനെ ഞാൻ ഒരു ശ്രമവും നടത്തിയില്ല. കാരണം എനിക്കിത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറേ സ്റ്റേജുകൾ കളിക്കണമെന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ഒറ്റയാൾ നാടകമായിട്ടാണ് ചെയ്തതെങ്കിലും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ എഴുതിയ സ്ക്രിപ്റ്റിൽ, ഭാസൻ എഴുതിയ സ്ക്രിപ്റ്റിൽ അതിൻ്റെ അകത്ത് 2-3 കഥാപാത്രങ്ങൾ വരുന്നുള്ളൂ അല്ലേ? ഇന്ദ്രൻ്റെ എന്ത് ചെയ്യുന്നു, ബ്രാഹ്മണ വേഷത്തിൽ വരുന്ന ഇന്ദ്രനും ശല്യരും പരശുരാമനും ഒക്കെ ഉള്ളൂ. പിന്നെ 1-2 ചെറിയ അപ്രധാന കഥാപാത്രങ്ങൾ. ഒരു ഇന്ദ്രൻ്റെ എന്ത് ചെയ്യുന്നു, അവസാനം ഇന്ദ്രൻ്റെ ദൂതനായി വന്ന് വേല് കൊടുത്തിട്ട് പോകുന്ന ഒരാൾ. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ. വേറെ ബുക്കിംഗ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇല്ല. ഈ കഥാപാത്രങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഒന്നുകൂടെ ഇവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാടകം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒറ്റ വേദിയോടുകൂടി നിന്നു. ഒറ്റ വേദി കൊണ്ട് ഈ രണ്ടും സംസ്കൃതത്തിൽ സോളോ ചെയ്തതും ഒറ്റ വേദി കൊണ്ട് നിന്നു, രണ്ടും ഒറ്റ വേദി കൊണ്ട് നിന്നു. കാരണം എനിക്ക് പൈസ മുടക്കി ചെയ്യാൻ എൻ്റെ പൈസ. ആരെങ്കിലും ശ്രമം നടത്തിയില്ലായിരുന്നു? ആ സ്പോൺസേഴ്സ് ഞാൻ ആലോചിച്ചു. കാരണം ഈ സംസ്കൃതം ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മലയാളം ഈ നാടകം ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വരണം ഒന്ന്. പിന്നെ രണ്ടാമത് നടക്കുമായിരുന്നു. അതിന് നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ചില സമീപനങ്ങൾ നടത്തി. അല്ലേ? അപ്പം അവരെന്ന് പറഞ്ഞാൽ അത് അവരുടെ രീതിയിലേക്ക് അവർ പറയുന്നത് പോലെയൊക്കെ അവതരിപ്പിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസരം കിട്ടും. അതെനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പറയട്ടെ, ഞാനിപ്പം നാടകത്തിലാണെങ്കിലും സിനിമയിലൊക്കെ ആണെങ്കിലും ഞാനൊരു സീറോ മാത്രമാണ്. സീറോയിലും താഴെ നിൽക്കുന്ന ആളാണ്. അതിന് സിനിമയിൽ എനിക്ക് എന്ത് ചെയ്യുന്നു, 8 സെക്കൻഡാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് വേണ്ടി പറയാം. 8 സെക്കൻഡിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളെ സംബന്ധിച്ച് എനിക്ക് ഇനി ഇവന്മാരുടെ കാല് പിടിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു സഹായവും ചെയ്തിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് കർണഭാരത്തിൽ എന്ന് പറയാൻ പറ്റുമോ? കർണഭാരത്തിലെ ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറയുന്ന കർണൻ്റെ എൻട്രിയുടെ തുടക്കം അല്ലേ? അത് സംസ്കൃതത്തിനനുസരിക്കും മനസ്സിൽ വരുന്നത്. കാരണം എന്ത് ചെയ്യുന്നു, അതിപ്പം പറഞ്ഞ് അത് സംസ്കൃതത്തിലായതുകൊണ്ട് സോപാനത്തിൽ അനുകരിച്ച് പറയുന്നതായിട്ട് ചിലപ്പോൾ തോന്നാം. അല്ല, എങ്ങനെയായാലും ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്ന് പ്രസന്റ് ചെയ്യാവോ സംസ്കൃതത്തിൽ? കർണൻ്റെ എൻട്രിയാണ്. കർണൻ ഇങ്ങനെ പറയുന്നു അല്ലേ? ഇപ്പം എന്ത് ചെയ്യുന്നു, കർണൻ്റെ എന്ത് ചെയ്യുന്നു, ആ ശരം പായുന്ന സഞ്ചാര വഴികളിൽ ഒറ്റ രാജാക്കന്മാർ, അത് മലയാളത്തിൽ തന്നെ പറയാം അല്ലേ? എക്സ്പ്രഷൻ ഇട്ടെന്ന് പറയാൻ പറ്റുമോ? കൈ ഇരുന്നു കൊണ്ട് എത്രത്തോളം പറ്റും അത്രത്തോളം. അത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിനേക്കാളും രസം എന്ന് പറയുന്നത്, ഏറ്റവും ഫീലിങ്സ് കൊടുക്കുന്ന ഒരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുദ്ധരംഗം കണ്ട് കർണൻ്റെ ഭാവം മാറുന്ന ചില ഭാഗങ്ങളുണ്ട് അല്ലേ?
അപ്പം എന്ത് ചെയ്യുന്ന യുദ്ധരംഗത്തിൽ മരിച്ചെടുക്കുന്ന ആളുകളെല്ലാം കണ്ട് കണ്ണൻ്റെ ഭാവം മാറുന്നുണ്ട്. പിന്നെ അത് ഞാൻ പറയാം, അതിൻ്റെ അകത്ത് പല ഭാവങ്ങൾ വരുന്നതായിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം യുദ്ധരംഗത്തേക്ക് കർണൻ വരുന്നു. കർണൻ വരുമ്പോൾ ആദ്യം വീരനായിട്ടുള്ള ശൂരനായിട്ടുള്ള കർണനാണ് വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന കാരണം യുദ്ധരംഗം കാണുമ്പോൾ കർണന്റെ മനസ്സങ്ങ് താന്നു പോവാണ്, എല്ലാവരും മരിച്ചു കിടക്കും. അങ്ങനെ അപ്പൊ അതിന്റെ ആദ്യം കർണൻ വീട്ടിലേക്ക് കിടക്കും. മാതാവൻ മമ ശരമാർഗ ലക്ഷ്യഭൂത കിം പ്രാപ്ത ക്ഷിതിപതയ സജീവശേഷ. കർണന്റെ ശരങ്ങൾ പായുന്ന മാർഗത്തിൽ ജീവനിൽ കൊതിയുള്ള രാജാക്കന്മാരാരും വന്ന് നിൽക്കരുത്. ശല്യരാജ, അർജുനൻ എവിടെയാണ് അവിടേക്ക് രഥം നയിച്ചാലും യുദ്ധഭൂമി ജീവൻ നഷ്ടപ്പെട്ട കുതിരകൾ, ആനകൾ, യുദ്ധവീരന്മാർ, കഷ്ടം. വളരെക്കാലം കാത്തിരുന്ന് കിട്ടിയ മുഹൂർത്തമാണ്. ഇവിടെ കർണൻ തളരാൻ പാടില്ല. എങ്കിലും അമ്മയുടെ വാക്കുകൾ, ഗുരുവിൻ്റെ ശാപം. ശല്യരാജ, കർണന് കിട്ടിയ ശാപത്തിൻ്റെ കഥ എങ്ങനെയൊക്കെ അറിയാമോ? വളരെ വളരെ ആ ഭാവം ഉൾക്കൊണ്ട് തന്നെ ഒരു വളരെ, കാരണം ഇത്തരം ഈ ആ ഭാവത്തെ ഉൾക്കൊള്ളുന്ന കലാകാരന്മാർ വളരെ കുറവാണ്. അതിനെ പരിശീലിച്ചെടുക്കേണ്ടതിൻ്റെ ഒരു വലിയ ബാധ്യതയുണ്ട്. അത് എത്രത്തോളം ആൾക്കാർ ചെയ്യുന്നതെന്നും നമുക്ക് അറിയില്ല. അപ്പം ഇതാ നമുക്കപ്പോൾ ഇനി എങ്ങനെയായിരിക്കും സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ടുള്ള ഒരു നാടകത്തിൻ്റെ വളർച്ച? എങ്ങനെയാണ്? നാടകത്തിന് നല്ല സാധ്യതകളുണ്ട്. അത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇതിൻ്റെ അകത്ത് കലാകാരനെ കച്ചവടം ചെയ്യുന്നവരല്ലാതെ ഇപ്പം പണ്ടൊക്കെ രാജാക്കന്മാർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നല്ല കലാകാരന്മാരെ നല്ല സാഹിത്യകാരന്മാർക്കുമൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരുന്നവരായിട്ട് രാജാക്കന്മാരുണ്ട്. പക്ഷെ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാരും കാളിദാസനും എല്ലാം വളരെ നല്ല രീതിയിലേക്ക് വളർന്നു വരാനുള്ള കാരണം. നേരിച്ച് ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആ രാജാക്കന്മാരുടെ സ്ഥാനത്ത് വരുന്നതായിട്ടുള്ള എന്ത് ചെയ്യുന്നു രാഷ്ട്രീയക്കാർ അവരുടെ എന്ത് ചെയ്യുന്നു ചട്ടുകങ്ങളായിട്ട് നാടകക്കാരെ ഉപയോഗിക്കുകയും അവരുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യുന്നു സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നടക്കുകയില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എന്ത് ചെയ്യുന്നു, ഒരു സർഗാത്മക സൃഷ്ടി എന്ന് പറയുന്നത് ഒരു കലാകാരന് മാനസികമായ സ്വാതന്ത്ര്യം വേണം. അവിടെ മതപരമായ രീതിയിലുള്ളതോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ രീതിയിലുള്ളതോ അല്ലെങ്കിൽ സാമുദായികമായ മറ്റു രീതിയിലുള്ളതോ ഒന്നും ഒരു അടിമത്തം അവിടെ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവരുടെ ആരുടെയും കാല് പിടിച്ച് ഒരു ലിമിറ്റ് വെക്കാൻ പാടില്ല. പറ്റില്ല. ഇത് ഇവരുടെ ആരുടെയും കാല് പിടിച്ച് ഒന്നിനും പോകാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ അത്തരം നാടകങ്ങൾ വിലക്കപ്പെട്ടിട്ടില്ലേ? രാഷ്ട്രീയത്തിലെയും മതത്തിനെയും ഒക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഗിരീഷ് കർണാടക ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ സഹിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പോലും, അല്ലേ? അപ്പം നമുക്ക് എല്ലാ കാലത്തും അങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ അതിജീവിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രതിബന്ധം സൃഷ്ടിക്കപ്പെടുമല്ലോ സ്വാഭാവികമായിട്ടും, അല്ലേ? ഉണ്ടാവും. അല്ല, പ്രതിബന്ധമില്ലാത്തൊരവസ്ഥ ഏതെങ്കിലും ഒരിക്കൽ നാടക കലാകാരനുണ്ടായിട്ടുണ്ടോ? പ്രതിബന്ധമില്ലാത്ത അവസ്ഥയില്ല. പക്ഷെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നതായിട്ടുള്ള സഹായങ്ങൾ അയാൾക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടാവുകയാണ്. അത് ജനങ്ങളുടെ ഇടയിലേക്ക് കലാകാരൻ ഇറങ്ങി ചെന്നാലേ കിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. എത്ര കലാകാരന്മാർ ഇന്ന് ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ സംവിധായകരോ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെയോ ഒക്കെ രീതിയിൽ മുന്നോട്ട് പോകാൻ, കാരണം ഇന്ന് ഒരു അൺസർട്ടൈനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ആൾക്കാർ. എന്തിനെ ആൾക്കാർ സ്വീകരിക്കണം എന്നറിയാത്ത അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നൊരവസ്ഥയുണ്ട് യുവാക്കളുടെ ഇടയിൽ. അപ്പം നമുക്ക് എന്ത് വ്യത്യസ്തമായ സാധനം കൊടുത്താലും അവരതിനെ പിക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനൊരവസ്ഥയെ പോലും നമുക്ക് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്? നാടകത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും ആളുകൾ സ്വീകരിക്കത്തക്ക രീതിയിലേക്ക് പോകും.
അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കലാനിലയത്തിൻ്റെ ബ്രഹ്മരക്ഷസ് എന്ന നാടകം, രക്തരക്ഷസ്, ബ്രഹ്മരക്ഷസ് അല്ല, രക്തരക്ഷസ്, ക്ഷമിക്കണം സാർ, രക്തരക്ഷസ് എന്ന നാടകം വളരെ നല്ല രീതിയിൽ അതിപ്പോഴും ഓടുന്നുണ്ട്. വളരെ വലിയ തിയേറ്ററാണ്, വളരെ തിയേറ്റർ. വേദിയിലേക്ക് നമുക്ക് കാറൊക്കെ കൊണ്ട് നിർത്താൻ കിട്ടുന്ന തരത്തിലുള്ള വലിയ ഒരു വേദി. അങ്ങനെയൊക്കെയുള്ള വേദി സൃഷ്ടിക്കാനായിട്ട് എത്ര പേര് ശ്രമം നടത്തുന്നുണ്ട്. അവർ കേരളത്തിൽ ആ രീതിയിലേക്ക് മുതൽ മുടക്കി അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ ആരും തയ്യാറാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ചുളിവിൽ ചില കാര്യങ്ങൾ സംഘടിപ്പിച്ച് ആ ചുളിവിൽ ചൂഷണം ചെയ്യുന്ന ആരാണ്? കൂടുതലും ആർട്ടിസ്റ്റുകളെ ചൂഷണം ചെയ്ത്, കലാകാരന്മാരെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പേരുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് അത് നടക്കില്ല. നിറയിച്ച് എന്ത് ചെയ്യുന്നു, ഈ ലാഭം കിട്ടുന്ന ബിസിനസ്, ആ സിനിമ എന്ന് പറയുന്നത് ലാഭം കിട്ടുന്ന ബിസിനസ് ഇല്ല. അപ്പം ബ്ലാക്ക് മണി, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങളൊന്നും നാടകത്തിൽ നടക്കില്ല. നാടകത്തിലേക്ക് പൈസ മുടക്കി കഴിഞ്ഞാൽ ലാഭം കിട്ടും. ഞാൻ പറഞ്ഞ ഒരു 20 ലക്ഷം രൂപയാണ് ഒരു പ്രൊഫഷണൽ നാടകം നിർമ്മിക്കുന്നതിന് വേണ്ടി കാവാലം മെഴി എന്ന് പറയുന്ന ഒരു ടീം കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ചെലവഴിച്ചത്. 50 സ്റ്റേജിൽ അത് കഴിച്ചുള്ളൂ. പിന്നെ കൊറോണ വന്നു, ആ നാടകക്കാരെല്ലാം, ആ കലാകാരന്മാരെല്ലാം പിരിച്ചുവിടേണ്ടതായിട്ടൊക്കെ വന്നു. അതൊരു വലിയ നഷ്ടത്തിൽ കഴിഞ്ഞു. കൊറോണ കഴിഞ്ഞു, പിന്നെ അത് നടന്നില്ല. കൊറോണ വന്നതോടുകൂടി അതങ്ങ് പോയി, അതിന് ഗ്യാപ്പ് വന്നുപോയി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാനുണ്ട്. കാരണം ആ നാടകത്തിൻ്റെ ആദ്യ സംവിധായകൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാനവിടെ ചെല്ലുന്നത്. അപ്പോൾ ആദ്യ സംവിധായകനായി ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ നാടകം എന്ത് ചെയ്യുന്നു, ചെയ്യേണ്ട ചുമതല എനിക്ക് ആയി. ഞാനത് ചെയ്തു തുടങ്ങുമ്പോൾ മനസ്സിലായി അത് എന്ത് ചെയ്യുന്നു, സിനിമകളിൽ നിന്നും കോപ്പി അടിച്ച ഒരു സ്ക്രിപ്റ്റാണെന്ന് മനസ്സിലായി. ഞാൻ അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞു. അതിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തം മാറ്റി എഴുതി, എഴുത്തുകാരനെ മാറ്റി എഴുതി. അയാൾ ആദ്യം ഒരു ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ എഴുതി. രണ്ടാമത് അയാൾ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്നു, നാടകം ചെയ്തു തുടങ്ങി. അതിന് 12 സെഗ്മെൻറ്റുള്ള, അതിൻ്റെ ആദ്യ ഒരു 9 സെഗ്മെൻറ്റോളം എന്ത് ചെയ്യുന്നു, അതിൻ്റെ നാടക സംവിധാനത്തിൻ്റെ ഫണ്ട് ആദ്യ കുറേ സംഭവങ്ങളെല്ലാം ഞാൻ ചെയ്തു. ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേതായിട്ടൊരു രീതിയിൽ പ്രൊഫഷണൽ നാടകത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്തു വരുന്നത്. പക്ഷേ അതിന് ശേഷം എന്ത് ചെയ്യുന്നു, വേറൊരു സംവിധായകനെ വിളിച്ചു, പ്രഗത്ഭനായ ഒരു സംവിധായകനെ വിളിച്ചവർ ചെയ്തു ബാക്കി. കാരണം അവർ എന്നെ മാറ്റാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വേറെ ചില തിരക്കുകൾ വന്നു. രണ്ടാമത് എന്ത് പറഞ്ഞു, എന്നെക്കാളും പ്രൊഫഷണൽ നാടകരംഗത്ത് വാല്യൂ ഉള്ള ഒരാൾ. അപ്പോൾ അവർ വേറെ എന്ത് ചെയ്യുന്നു, നിലവിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളെയൊക്കെ മാറ്റി, സ്റ്റേജ് ആർട്ടിസ്റ്റുകളെയൊക്കെ അവർ മാറ്റി, അവരെയും കൂടി നല്ല ആളുകളെ കൊണ്ടുവന്നൊക്കെ ചെയ്ത് കുറച്ചുകൂടി കച്ചവടമായിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കിയത്. പക്ഷെ അത് ആ സമയത്ത് അത് പാളിപ്പോയി. കാരണം കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം മുതൽ മുടക്കെല്ലാം പോയി. കാരണം അത്രയും പൈസ മുടക്കി ഇങ്ങനെ ചെയ്യാനായിട്ട് ആൾ തയ്യാറാകും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രൊഫഷണൽ നാടകം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അത് ചെയ്യാനൊരു ടീമുണ്ട് അല്ലേ. അത് ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് മുഴുവൻ എഴുതി, പുതിയ ഒരു സ്ക്രിപ്റ്റ്, പുതിയ കഥ, നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാലത്തെ ഒരു പഴയ കഥ എടുത്ത് അങ്ങനെ ചെയ്ത് നാടക സ്ക്രിപ്റ്റ് എല്ലാം എഴുതി ചെയ്യുന്നതിന് വേണ്ടി കണക്ക് കൂട്ടുമ്പോൾ ഈ 20 ലക്ഷം രൂപ എന്ന് പറയുന്നതല്ല, അതിൻ്റെ മിനിമം ചിലവ് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 1-2 ലക്ഷം രൂപയോളം ചിലവും. ഈ 2 ലക്ഷം രൂപ മുടക്കി ചെയ്യാനായിട്ട് സ്പോൺസേഴ്സിനെ ആരും നോക്കി ആരും മുതൽ മുടക്കില്ല. 2 ലക്ഷം രൂപ ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ നാടകം വീണ്ടും തീർച്ചയായിട്ടും ചെയ്യും. കാരണം ഇത് 2 മാസം മുമ്പേ ചെയ്യാനായിട്ടിരുന്നതാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള 2 ലക്ഷം രൂപ കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കുറച്ച്, പക്ഷെ അതെല്ലാം എന്ത് ചെയ്യുന്നു, കുടുംബത്തിൽ ചില ആളുകൾക്കൊക്കെ അസുഖങ്ങളും മറ്റും വന്നപ്പോൾ മാറ്റി ചെലവഴിക്കേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചെയ്തു പോകുമായിരുന്നു.